ഹലോ, ഇന്നുണ്ടല്ലോ ഓസ്ട്രേലിയയിൽ എൻ്റെ അങ്കിളിൻ്റെ കൊച്ച് കേരളം വരെ ഒന്ന് പോയാലോ? ഈ കാണുന്ന കണ്ടോ, നിറയെ ലൈമ് കഴിച്ചിറക്കുന്ന കണ്ടോ? നമ്മുടെ അല്ല കേട്ടോ, അപ്പുറത്തെ പറമ്പിലെയാണേ. ഇനി നമ്മുടെ പറമ്പിലേക്ക് പോയാലോ? ഇതൊക്കെ നിറയെ പച്ചക്കറികളുടെയൊക്കെയാണേ. കാന്താരിയും മുളകും അങ്ങനെയൊക്കെ പലതരം പച്ചമുളകും ഒക്കെയാണ്. ഇത് പിന്നെ അറിയാലോ, പാഷൻ ഫ്രൂട്ട്. നാട്ടിൽ നിൽക്കുന്നൊരു പ്രതീതിയില്ലേ? പിന്നെ കോവയ്ക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം സീസൺ കഴിഞ്ഞാണേ. പിന്നെ പല ടൈപ്പ് വാഴക്കൊല. പിന്നെ ഇതേ മാവ്, ഇത് നിറയെ കായ്ക്കുന്ന മാവാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മാവുണ്ടേ. എല്ലാ വർഷവും നിറയെ കായ്ക്കും. ഇപ്പോൾ സീസണല്ല. പിന്നെ ഇത് ബീട്രൂട്ട് നിറയെ ഉണ്ടേ. ഇത് കസ്റ്റാർഡ് ആപ്പിളാണേ. ഇതിൻ്റെ നിറയെ പൂവുണ്ട് കേട്ടോ. ഇത് ബ്ലൂബെറിയാണ്. ബ്ലൂബെറി നിറയെ കായ ഉണ്ടായിരുന്നു, ഇപ്പം തീർന്നതാണ്. അതിൻ്റെ എല്ലാം സീസൺ കഴിഞ്ഞു. ഇത് ഓസ്ട്രേലിയയുടെ ലേഡി ഫിംഗർ എന്ന് പറഞ്ഞ ഒരു തരം വാഴയാന്ന് തോന്നുന്നു. പിന്നെ നിറയെ പേരയ്ക്കയൊക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് പേരയ്ക്കയും നിറയെ പേരയ്ക്കയൊക്കെ ഉണ്ട്. പിന്നെ മത്തനൊക്കെയാണ് ആ സൈഡിലുള്ളത്. പിന്നെ ഇതേ ഓറഞ്ച്, നിറയെ ഓറഞ്ച് കഴിച്ചിരിപ്പുണ്ട്. ഇത് കുഞ്ഞു ഓറഞ്ചാണേ. വലിയ ഓറഞ്ച് അപ്പുറത്തുണ്ട്, കാണിച്ചു തരാം കേട്ടോ. നല്ല മധുരം കേട്ടോ ഇതിന്. ഇത് വേറൊരു ടൈപ്പ് മാവാണേ. ഇതിലും നിറയെ മാങ്ങ ഉണ്ടായിരുന്നു, ഇപ്പോൾ സീസൺ തീർന്നു. ഓറഞ്ചൊക്കെ ഒരുപാട് പഴുത്ത് നിലത്തൂടെയൊക്കെ വീണ് കിടക്കും കേട്ടോ. ഇത് പിന്നെ നമ്മുടെ നാട്ടിലെ ചൗച്ചൗ എന്ന് പറയും.
പിന്നെ ഇത് അമരപ്പയർ, പിന്നെ അതുപോലെ കുറേ പയർ വെറൈറ്റീസൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ചവച്ചോ. പിന്നെ റോസ് പേരയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ കായുണ്ട്, അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇതേ കറിയിലെ താരമായ കറിവേപ്പ് വലിയ മരമായിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ മാതള നാരങ്ങ ഒരു കായുണ്ട് കേട്ടോ, കുറച്ച് പൂവൊക്കെ ഉണ്ട്. ഒലിവ് കഴിച്ചെടുക്കുന്നുണ്ടോ. നിങ്ങൾ ആരെങ്കിലും ഒലിവ് കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കടയിൽ ഉപ്പിലിട്ടിരിക്കുന്ന കുപ്പിയിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഒലിവ് കായ്ച്ച് കിടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് അവക്കാഡോയാണ്. വലിയ മരമാണ്. ഇതിൻ്റെ മണ്ടയിലൊക്കെ നിറയെ കായുണ്ട് കേട്ടോ. ഇത് വെയിൽ കാരണം കൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഓസ്ട്രേലിയയിലെ കൊച്ചു കേരളത്തിലെ വിശേഷങ്ങളൊക്കെ കണ്ടോ? നല്ല അടിപൊളിയല്ലേ? ഇതൊക്കെ നന്നായിട്ട് കെയർ ചെയ്താലേ കായ്ക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ ഇവരൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.